ഹലോ ഗൈസ്, അപ്പം ഇന്ന് എൻ്റെ ഒരു വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോണത്. ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗാണ്. ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എൻ്റെ. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. ഇതൊരു പുതിയ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകാൻ പോണത്. അപ്പോൾ അത് കാണിക്കാമെന്ന് ഓർത്തു. ഇപ്പം നമ്മളുള്ളത് മറൈൻ ഡ്രൈവിലാണ്. പണ്ട് ഞാൻ ഈ മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ബോട്ടുകൾ കിടക്കണം കാണുമ്പോൾ എനിക്ക് കൊതിയാവും. എന്തൊരു ദിവസം ബോട്ടിൽ പോയിട്ടുള്ളൂ കയറാൻ പറ്റാലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ടായി. അപ്പോൾ ശ്വാസം കിട്ടില്ല, ഞങ്ങൾ വേഗം ഓടി വന്നത്. അപ്പം ഞാൻ ഈ ബോട്ടിലൊക്കെ കയറിയാൽ കൊള്ളാമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ ഇതുവരെ നടന്നിട്ടുണ്ടായില്ല. ഇതിലൊക്കെ നല്ല പൈസ ഇരിക്കും, അങ്ങനെ ഇങ്ങനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യാറുണ്ടായില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് എനിക്കൊരു ഓഫർ വന്നു. അതായത് പൈസ ഒന്നും വേണ്ട, ഫുഡ് ഫ്രീ, എല്ലാം ഫ്രീ, നമ്മൾ ജസ്റ്റ് പോയാൽ മതി. കണ്ട, അപ്പം നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് പോവാണ്. ഇതൊക്കെ കൂടി ഞാൻ കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ എൻ്റെ ഓരോ നല്ല നല്ല മൊമെൻറ്റും ഞാൻ ഇനി തൊട്ട് ഇങ്ങനെ ഓരോ വ്ളോഗായിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് ഈ ബോട്ടിൽ നമ്മൾ കടലിൻ്റെ അങ്ങോട്ട് പോകുന്നു. അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് വന്നത് ഫാത്തിമ, മെഹ, ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇന്ന് ബോട്ടിന് പോകുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി ബോട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബോട്ട് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അവിടെ കുറേ ബോട്ടുണ്ട്. അപ്പം നമ്മുടെ ബോട്ട് ആ അറ്റത്ത് അവിടെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി നമുക്ക് നോക്കാം അത് നമ്മുടെ ബോട്ട് തന്നെയാണോ എന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ ബോട്ട് നമ്മൾ കണ്ടുപിടിച്ചേക്കാണ്. നമ്മൾ പോണത് ക്ലാസിക് എന്ന് പറഞ്ഞൊരു ബോട്ടിലാണ്. അപ്പം പാരഡൈസ് അല്ല, നമ്മുടെ അപ്പുറത്താന്നേ. നമ്മുടെ ബോട്ട് നമ്മൾ റീച്ച് ചെയ്തു. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നോക്കട്ടെ ഇതൊക്കെ ആരാന്നൊക്കെ. അതാണ് നമ്മുടെ ബോട്ട്. ഈ കാണുന്നതല്ല ഇതിൻ്റെ ബാക്കിലെ ബോട്ട്. അതാണ് അപ്പോൾ നമ്മുടെ ബോട്ട്. ഇതാണ് നമ്മുടെ ബോട്ട്. നമ്മളങ്ങനെ കണ്ടുപിടിച്ചു ബോട്ട്. ദിസ് ഈസ് അവർ ബോട്ട്. ഇവിടെ കുറേ ആൾക്കാർ കയറാറുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മൾ ബോഡി പാസിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത്. ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ കയറുന്ന എൻട്രിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ അതിനാണ്. ഓക്കെ, നമ്മളപ്പോൾ ഇനി കയറാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ള എന്തൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഉള്ളതെന്ന്. ഇതായിരുന്നു നമ്മുടെ ടിക്കറ്റ് ഇതായിരുന്നു. കണ്ട, ഇതാണ് നമ്മുടെ മൊത്തം ആൾക്കാർ. ഈ ബോട്ടിൻ്റെ ഉള്ളിൽ ഇത്രയും ആൾക്കാരുണ്ട്. മേഹയും ഫാത്തിമ ഇരിക്കണം. നോക്കൂ, ഇതാണ് നിറച്ച ആൾക്കാർ. ഇനി ഇവിടെ പാട്ടൊക്കെ ഉണ്ട്. അതാണ് ഈ പാട്ടൊക്കെ കാണുന്നത്. എങ്ങനെയുണ്ട് ബോട്ടിൽ കയറിയിട്ട്? സൂപ്പറാണ്. ഫാത്തിമ ഞാനോട് ഒന്നിച്ചൊരു സ്ഥലത്ത് പോണത് ആദ്യമായിട്ടാണ്. അല്ലാത്തപ്പോൾ ഞാൻ ഫ്രണ്ട്സായിട്ടാണ് പോവാറ്. ഇന്ന് ഫാത്തിമ ഉണ്ട് എൻ്റെ കൂടെ. അങ്ങനെ മൊത്തം ആൾക്കാർ എല്ലാവരും എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബോട്ടാണെങ്കിൽ ഇപ്പം എടുത്തിട്ടില്ല, മറൈൻ ഡ്രൈവിൽ തന്നെയാണ് ഇപ്പോഴും ബോട്ട് എടുക്കുമ്പോൾ ബാക്കി നമുക്ക് കാണാം. കുറച്ചുകൂടെ എനർജി ഞാൻ ഈ ഒരു ക്രൂവിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ക്ലാസിക് എക്സ്പീരിയൻസിലേക്ക് അതിമനോഹരമായ ഒരു തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള മെറൈൻ ഡ്രൈവിൽ നിന്നുമാണ്. ഇന്ത്യയിൽ 2 മെറൈൻ ഡ്രൈവ്സ് ആണുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കാണ്. ഇവിടുത്തെ വ്യൂ, ഇനി നമുക്ക് ഫ്രണ്ടിലെ വ്യൂ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോണത്. തല കറങ്ങണ ഒരു ഫീൽ ഇത് നോക്കി. നല്ല എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ കാണാൻ വേണ്ടി പോകുന്നതാണ്. ബാക്കി ആരെയും അവിടെ ഇറക്കിയിട്ടില്ല. ബാക്കി എല്ലാവരും മുകളിലാണ്. ഡാൻസും പാട്ടൊക്കെയാണ്. നമ്മൾ മാത്രം അവിടെ ഇറക്കിയിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രണ്ടിലെ വ്യൂവിലെത്തിയിട്ടുണ്ട്. ഇത് ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ പോർഷനാണ് കേട്ടോ. ഏറ്റവും ഫ്രണ്ടിലെ പോർഷൻ. നമുക്ക് ഇവിടുന്ന് വീഡിയോസ് എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഇവിടെ ഡോൾഫിനൊക്കെ പൊങ്ങണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുത്തപ്പോഴേക്കും ഡോൾഫിൻ പോയി. ശരിക്കും ഡോൾഫിൻ പൊങ്ങി ചാടിയായിരുന്നു. ഇവിടെ ആൾക്കാരെല്ലാവരും ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയേക്കാണ്. അന്യായ വെയിലും ചൂടൊക്കെയാണ്. ഇടങ്ങേറായത് അത്ര ഇടങ്ങേറായി. ഒരു ഫോട്ടോ എടുക്കാൻ പോയതാ. ആകെ ആവശ്യത എന്നൊക്കെ അങ്ങോട്ട് ആയിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ മെഹക്ക് മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് പറയാനുള്ളത്? പറയും. എല്ലാവരും ലൈഫിൽ
പക്ഷേ അത്ര ഇമ്മക്ക് അടിപൊളിയായിരിക്കും, പക്ഷെ എനിക്ക് അടിപൊളിയല്ല. കാരണം ഞാൻ പറയാം, എനിക്കിത് ഒട്ടും ഓക്കെ അല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ബോട്ട് കാണാൻ പറ്റില്ല ഇവിടേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോയി പകുതി വരെ നമുക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങനെ നല്ല എൻജോയ് ചെയ്ത് നല്ല ഇതിൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ പോവാറുണ്ട്. കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഉൾക്കടലിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബോട്ട് ദിങ്ങനെ കാണിക്കുന്നുണ്ട്. എനിക്ക് അന്യായ തലകറക്കവും തലവേദനയും ഛർദ്ദിക്കാൻ വരലും. ഞാൻ നോക്കുമ്പോൾ ഒരു സീനിൽ കുറേ പേര് ഛർദ്ദിക്കുന്നു, ഒരു സീനിലെല്ലാം തലകറങ്ങിയിരിക്കുന്നു. ചിലവർക്ക് യാതൊരു എന്താ പറയുക ഒരു കുഴപ്പമില്ല, അവർ കുറേ നാളായിട്ട് പോണൊരു ഫീല്. പക്ഷേ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായില്ല. എനിക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എങ്ങനെ വെച്ചാൽ ഇപ്പം ഇതിൽ കൂടെ പോകുള്ളത് ഇത് ന്യൂട്രലാണ്. ഇത് നമ്മളെങ്ങനെ വെച്ചാൽ പയ്യെ ഇങ്ങനെ പോകും. പക്ഷേ ഇവിടുന്ന് ഉൾക്കടലെത്തുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ബോട്ട് ദിങ്ങനെ നമ്മൾ നടക്കണം എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും നമ്മൾ നടക്കേണ്ടത്. അത്രക്ക് ബോറായിരുന്നു എനിക്ക്. ഇനി ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും വലിയൊരു ഗുഡായിട്ട് എനിക്ക് ഏറ്റവും സൂപ്പറായിട്ട് തോന്നിയ ഒരു ഇതെന്താണെന്നറിയോ? ഞാൻ ഡോൾഫിനെ കണ്ടു. മറ്റേ കൽബ് എന്ന് പറയുന്ന സിനിമയിൽ അവർ കാണൂലേ, അതേപോലെ ഞങ്ങളിങ്ങനെ ഈ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാറുന്നു. അപ്പോൾ ഡോൾഫിൻ ഇങ്ങനെ ചാടണം, അങ്ങോട്ട് ചാടണം, ഇങ്ങനെ 5 ഒന്നിച്ച് ചാടി. അതെൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഡോൾഫിനെ നേരിട്ട് കാണണത്. അതും നമ്മളെന്താ പറയുക, നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അത് മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഉൾക്കടലിലേക്ക് ബോട്ട് പോയത് എനിക്ക് ഇഷ്ടമായില്ല. അത് ഇങ്ങനെ തലവേദന എടുത്ത് ഛർദ്ദിക്കുമ്പോൾ ഞാൻ കിടക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എണീറ്റത്. പിന്നെ ഫുഡിനെ പറ്റി പറയാം. ഫുഡ് ഒരു രക്ഷയില്ല, കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റാണ്. അതായത് ഞാൻ ഊണും മറ്റെന്താ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ തിന്നത്. ബാക്കി ഇവരൊക്കെ തിന്നത് പൊറോട്ട, ചില്ലി ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നത്. പക്ഷേ ഊണിനെ ഞാൻ ഒന്നും പറയില്ല, ഊണ് അടിപൊളിയായിരുന്നു. പോയി ട്രിപ്പ് ഓക്കെ ആയിരുന്നു, എല്ലാം ഓക്കെ. ഇവിടെ ഒരു ഇത് പോകുന്നുണ്ട്, അപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ഉൾക്കടലിൽ പോയത് എനിക്ക് ഒട്ടും ഓക്കെ അല്ല. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർ പറയാണ്, അതായത് മറ്റേ നമ്മൾ ലക്ഷദ്വീപിനൊക്കെ പോകില്ല, ലക്ഷദ്വീപിനൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് ഇതിങ്ങനെ ഭയങ്കര ഷെയ്ക്കുന്നു. ഞാൻ അതുകൊണ്ട് ലക്ഷദ്വീപിന് പോകാൻ തീരുമാനിച്ചു. കാരണം വെച്ചാൽ എനിക്ക് ഇതോടുകൂടി പറ്റാണ്ടായിപ്പോൾ മതിയായിപ്പോയി, അത്രയ്ക്ക് ബാഡ് ഫീല്. പിന്നെന്താ പറയുക, എന്തായാലും ലൈഫിൽ എല്ലാവരും ഒരു പ്രാവശ്യം ബോട്ടിൽ ഉൾക്കടലിൽ പോകണം. അതായത് പുറത്തുള്ള നമ്മൾ സ്പീഡ് ബോട്ടിൽ അങ്ങനെ പോകുമ്പോഴല്ല, ഉൾക്കടലിൽ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ഫീലുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക കാറ്റും പ്രത്യേക വെള്ളമൊക്കെ ആണെങ്കിലും ബോട്ടായാലും എല്ലാം കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും എൻജോയ് ചെയ്യണം. പിന്നെ ഈ ഒരു ബഡ്ജറ്റിന് നമുക്ക് ഇതെന്തായാലും വർത്താണ്. അതായത് നമ്മളൊരു 4 hour ട്രിപ്പാണ്. അതിന് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് ഫ്രീ ആണ്. നമ്മൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും എൻജോയ് ചെയ്യാൻ അടിപൊളി സ്പോട്ടാണ്. അതായത് ഒരു ബോട്ടിൽ നമ്മളൊരു ഡേ ഫുള്ളും. പിന്നെ ഈ ആലപ്പുഴ പോണൊക്കെ ആ ഒരു ഫീലല്ല, ഇത് വേറൊരു ഫീലാണ്. എന്തായാലും സൂപ്പറായിരുന്നു, അടിപൊളി. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുക. ഇവിടെ വന്ന് നിങ്ങൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ തൊട്ടടുത്തുള്ള ഈ കൊച്ചിയിൽ, നമ്മൾ കൊച്ചിയിൽ താമസിച്ചിട്ട് നമ്മൾ ഈ കൊച്ചിയിൽ കടൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ മോശക്കേട് വേറെ ഇല്ല. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാം. 12 മണിക്ക് ഇവര് പുറത്തേക്ക് പോകുമ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഊണ് കഴിക്കുകയാണ്. ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ടായി, പക്ഷെ നമ്മൾ ഊണാണ് കഴിക്കുന്നത്. ഊണ് ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. പൊറോട്ട എങ്ങനെയുണ്ട്? ആർക്കും ഇതേവരെ കിട്ടാത്തൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളൊരു ബോട്ട്, വലിയൊരു ബോട്ട് നമ്മൾ ഓടിക്കുകയാണ്. കാണിച്ചാലും വണ്ടി ഓടിക്കുമ്പോഴാണ് ബോട്ട് ഓടിക്കുന്നത്. കണ്ട നല്ല രസമുണ്ട് ബോട്ട് ഓടിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ആൻറ്റത്. ഇതൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതാണ് ഫ്രണ്ടിലെ വ്യൂ. ഇതിന്റെ ഉള്ളിലാണ് ആൾക്കാരെല്ലാവരും നിൽക്കുന്നത്. പിന്നെ നമുക്കിവിടെ ബോട്ട് കാണാം, എല്ലാം നമുക്ക് കാണാം. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മേഹ പറ, ഡോൾഫിനെ കണ്ട കാര്യം പറ, എങ്ങനെയുണ്ട്? അത് അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഡോൾഫിനാണ് കാണുന്നത്. പിന്നെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട്. ഫ്രണ്ട്സ് ആയിട്ട് വന്നാലും അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ ബിയറൊക്കെ ഉണ്ട്, വെള്ളം കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാൻ പോവാം. പിന്നെ ഫുഡ് കഴിക്കുന്നവർക്ക് അങ്ങനെ ഫുഡ് കഴിക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എന്തായാലും ഇത് എൻജോയ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇങ്ങനെ എന്താ പറയുക, തലർക്കും ഛർദി നോക്കാനുള്ളവരൊന്നും ഈ വണ്ടി കയറരുത്, ഈ ട്രെയിനിൽ കയറരുത്. പോലുള്ളവർക്ക് ഒട്ടും പറ്റുന്ന ഒരു സ്ഥലം. ഖദീജാനെ പോലെ പടച്ചോനാണ്. ഞാനിങ്ങനെ ഛർദ്ദിക്കാറില്ല, കാറിലൊന്നും കയറി ഞാൻ ഛർദ്ദിക്കാറില്ല. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്കത് ഛർദ്ദിക്കുന്ന തല, ഈ പറയണ മെഹയുണ്ടല്ലോ, മെഹക്കും തലകർക്കും പറഞ്ഞു. അതേപോലെ കുറച്ച് കഴിയുമ്പോൾ മെഹക്ക് ഓക്കെ, പക്ഷെ എൻ്റെ ഓക്കെ ആയില്ല. ഞാൻ കിടന്ന് കുറച്ചൊരു കഴിഞ്ഞപ്പോൾ തലവേനക്ക് ബാമൊക്കെ അന്വേഷിച്ചിട്ട് ഇവിടെ ബോട്ടിൽ ബാമില്ല തലേമ തേക്കാൻ. പിന്നെ ഒരു പ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. എന്തായാലും നല്ല രസം ഉണ്ടായിട്ടോ. കാരണം വെച്ചാൽ ഒരു ബോട്ടിൽ ആദ്യമായിട്ടായതുകൊണ്ട് നല്ല ഭംഗിയിട്ട്. എങ്ങനെയുണ്ട് മൈ ഔട്ട്ഫിറ്റ്?
ബോട്ടിലിടാൻ പറ്റിയ വലിയ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് വന്നതാണ്, പക്ഷെ കിടപ്പന്നെയായിരുന്നു ഇവിടെ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും കൊച്ചിയിൽ വരുമ്പോൾ ഒരു ബോട്ടിൽ പോയിട്ട് ഉൾക്കടലിൽ പോകാൻ ട്രൈ ചെയ്യണം. ഇവിടെ കുറേ ടൈപ്പ് ബോട്ടുകൾ ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ 4 അവർ 2 അവർ 1 അവർ എന്നൊക്കെ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 2 അവറിൻ്റെ ആയാലും ബോട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യുക. അവിടുത്തെ ഫുഡാണെങ്കിലും പിന്നെ കടലിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ പറയാനുള്ള കാഴ്ചകൾ, നമ്മളിങ്ങനെ പോകുന്നവരും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നില്ല. കുറേ വീഡിയോസും ഞാൻ എടുത്തില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇതിങ്ങനെ ആസ്വദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ കൂടെ വേറൊരു ബോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ബോട്ടുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ട് ഇതൊരു വലിയ ബോട്ട് തന്നെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. കണ്ട, ഇത് വലിയ ബോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവർ വ്യൂ ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാണ്. എല്ലാവരും ഉണ്ട് കുറേലും. അപ്പോൾ നമ്മുടെ ടുഡേ ബോട്ട് ട്രിപ്പ് ഈസ് വെരി ഗുഡ് ആൻഡ് ഓൾസോ ബാഡ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും ബോട്ടിൽ കയറാത്തവരെന്തായാലും കയറാം, എക്സ്പ്ലോർ ചെയ്യാം. മറൈൻ ഡ്രൈവിലുള്ള ഈ ബോട്ടിൻ്റെ പേര്, ബോട്ടിൽ പോയി വന്നു പേര് ഓർമ്മയില്ല, പേര് ഞാൻ പറയാം. ബോട്ടിൻ്റെ പേരെന്താ മേഘ? ക്ലാസിക് ഇമ്പീരിയർ എന്ന് പറഞ്ഞ ബോട്ടായിരുന്നു. അപ്പം നിങ്ങളെന്തായാലും ഈ ബോട്ടിൽ തന്നെ കയറണം, കണ്ട. അപ്പം വെരി ഗുഡ് എക്സ്പീരിയൻസ്, വെരി നൈസ്. നമ്മൾ മറ്റേ ഈ നമ്മുടെ വലിയ ബോട്ട് ഇതിൽ നമ്മൾ വന്നു. ഈ ബോട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ കയറിയത് ഈ ബോട്ടിലാണ്. നെക്സ്റ്റ് ഇതാണ് ഗൈസ്. അപ്പം നമ്മൾ പോകാൻ പോവാണ്. എല്ലാവരും ജാക്കറ്റ് ഇട്ട്. ഫാത്തിമ ഇവിടെ ഉണ്ട്, മേഹ ഇവിടെ എന്തോ വായിച്ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പോവാണ് ഗൈസ്. അപ്പം സ്പീഡ് ബോട്ടിൽ പോവാണ്. ഈ ബോട്ടിൽ ശരിക്കും അതെവിടെ റെഡ് കളറ് ാണ് നമ്മുടെ ഡ്രൈവർ. കണ്ട, ബോട്ട് ഓടിക്കുന്നതാണ് കാണുന്നത്. ബോട്ടൊക്കെ ഓടിക്കാൻ സിമ്പിളാണ്. കണ്ട, നമ്മൾ പോണത് ഇതിൽ കൂടെയാണ്. ഇങ്ങനെ സൈറ്റിൽ തിരിഞ്ഞൊക്കെയാണ് പോണത്. എന്തായാലും കുഴപ്പമില്ല, നല്ല രസം. ഇതിടയ്ക്ക് ചിരിക്കും, ഇങ്ങനെ ചിരിക്കും ഇടയ്ക്ക്. ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ 2 പരിപാടിയും കഴിഞ്ഞു. സ്പീഡ് ബോട്ടിലും നമ്മൾ കയറി, മറ്റേ ബോട്ടിലും കയറി. പക്ഷെ മറ്റേ 4 മണിക്കൂർ ഇരുന്ന നേരം കൊണ്ട് സ്പീഡ് ബോട്ടിൽ 4 മണിക്കൂർ ഇരിക്കാറുണ്ട്, അതിനുള്ളത് ഉണ്ടായി. പക്ഷേ നമ്മൾ സ്പീഡ് ബോട്ടിൽ കുറച്ച് നേരമാണ് ഇരുന്നോളൂ, കൂടുതൽ നേരം മറ്റേ ബോട്ടിലാണ് ഇരുന്നത്. ഫാത്തിമക്ക് എന്താ പറയാനുള്ളത്? സ്പീഡ് ബോട്ട് അടിപൊളിയാണ്. സ്പീഡ് ബോട്ട് അത്രയ്ക്ക് സൂപ്പറാണ്. ഇങ്ങനെ ചെറുക്കിങ്ങനെ കറക്കിയൊക്കെ എടുത്തത്. സൈഡൊക്കെ ഇങ്ങനെ ശരിക്കും നമ്മുടെ ഒരു വശമൊക്കെ നനഞ്ഞു പോകും. എന്തായാലും മൊത്തം ക്യൂട്ടായിരുന്നു. ഇന്നത്തെ ഒരു ഡേ തന്നെ നൈസായിരുന്നു. ഫുൾ കടലിലായിരുന്നു ഇന്നത്തെ ഒരു ഡേ. അപ്പോൾ ഇതെൻ്റെ ഒരു മെമ്മറബിൾ ഡേ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പോകണം, എൻജോയ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇനി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഫുൾ കഴിഞ്ഞു ഗൈസ്. ചെറിയൊരു വിഷമമുണ്ട്, എന്നുവെച്ചാൽ പെട്ടെന്ന് കഴിഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട്. പക്ഷെ മറ്റേ വലിയ ബോട്ടിൽ കയറിയിട്ട് എങ്ങനെയും വീടെത്തിയാൽ മതി എന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഞാൻ കയറരുതെന്ന്, അല്ലെങ്കിൽ സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നമുക്ക് പകുതി വരെ പോകുന്നത് കുഴപ്പമുണ്ടായില്ല, പക്ഷെ ഷെയ്ക്ക് ചെയ്തത് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി, അത്രയും ബോറിംഗ് ആയി ഫീൽ ചെയ്തു. ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് കുഴപ്പമില്ല.